യെസ്, വെൽക്കം ടു അമ്മുണി വ്ളോഗ്സ്. അമ്മുണി വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് വ്ളോഗ് ആട്ടോ. ഇപ്പോൾ സമയം എന്തായാലും 6 മണിയായി. അപ്പം ജസ്റ്റ് കുറച്ച് പണിയുണ്ട്. അപ്പം ഞാൻ വ്ളോഗായിട്ട് ചെയ്തിടാന്ന് ഓർത്തു. അങ്ങനെയെങ്കിലും എൻ്റെ പണി കഴിയട്ടെ എന്ന് ഓർത്തിട്ടാണ്. ബസ്സുവിന് ഇന്ന് വാക്സിനേഷൻ ഡേ ആയിരുന്നു. അപ്പോൾ കുത്തി വെച്ച് വന്നുകൊണ്ട് ബസ്സൊന്നും ഇപ്പോൾ ഒരു കാര്യത്തിന് സമ്മതിക്കുന്നില്ല, കരച്ചിലാണ്. അപ്പോൾ ഇവിടെ പനി നല്ലപോലെ കിടക്കുന്നുണ്ട്. കിച്ചണാകെ അലമ്പായിട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് വ്ളോഗായിട്ട് ചെയ്യാം. വ്ളോഗായിട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പണിയും നടക്കും, പണി കഴിയുകയും ചെയ്യും, ഒരു വീഡിയോ ആയല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ ദേ പാത്രം കഴുകാൻ തുടങ്ങാൻ പോവാം. പാത്രം ഇഷ്ടംമാതിരി ഉണ്ട് കഴുകാൻ. ഇഷ്ടംമാതിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഹോസ്പിറ്റൽ മീൻസ് വാക്സിനേഷൻ എടുക്കാൻ പോണ വരെയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയിരുന്നു. പിന്നുള്ളത് കഴുകാൻ ബസ് സമ്മതിച്ചിട്ടില്ല. പിന്നെ എടുക്കുന്ന പാത്രങ്ങൾ ഞാൻ ഇവിടെ വെക്കും. ഞാനങ്ങനെ പാത്രത്തിൻ്റെ പരിപാടിയിലോട്ട് കിടന്നു. ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ വ്ളോഗ് എടുത്ത് നിങ്ങളോട് വർത്താനം പറഞ്ഞ് പാത്രം കഴുകുകയാണെങ്കിൽ അപ്പം എനിക്ക് കഴുകാമെന്ന് പറഞ്ഞു. എല്ലാവരും ചോദിക്കും കേട്ടോ, 2.5 മാസത്തെ കുട്ടീനെ ഇട്ടിട്ട് എങ്ങനെ മാനേജ് ചെയ്യും? ഇങ്ങനെയൊക്കെ തന്നെയാണ് മാനേജ് ചെയ്ത് പോകുന്നത്. ആരും വേണമെന്നൊന്നുമില്ല നമുക്ക് നമ്മളുണ്ടല്ലോ. എനിക്ക് ആരോഗ്യമുള്ള കാലം തന്നെ അങ്ങനെയാണ് പോകും. ഇപ്പോൾ ബസ്സുവിന് ഞാൻ പാല് കൊടുത്തിട്ട് ജസ്റ്റ് അവനെ എന്താ അവിടെ കിടക്കിയതാട്ടോ. അവനവിടെ കിടത്തി. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ആ ഗ്യാപ്പിന് എൻ്റെ പണിയും കൂടെ തീർത്തേക്കാന്ന് നോക്കും. എത്രയോ പാത്രങ്ങളുണ്ട്. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് ഓർത്തിട്ട് എനിക്കറിയില്ല. അത്രയും പണിയുണ്ട്. ആദ്യയുടെ പാലിൻ്റെ കപ്പാട്ടോ കുട്ടികളെ കൊണ്ടുപോകണം. അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് അവനവിടെ ഇട്ടിട്ട് അത് ഞാൻ പറയും, പാത്രങ്ങളൊക്കെ സ്കൂളിൽ തന്നാലും ഇവിടെ ഇട്ടിട്ടാൽ ഞാൻ കഴുകും. ഇല്ലെങ്കിൽ അവരവർ കഴുകി അവരവർ കൊണ്ടുകൊണ്ടിരുമെന്ന് പറയുന്നുണ്ട്. ഒരു മിനിറ്റ്, അമ്മ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്, എന്നിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാം. യെസ്, അപ്പം വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചേക്കാം. അമ്മ വിളിച്ച അമ്മേനോട് വർത്താനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് ഇതുണ്ട് വലിയ മീനിൻ്റെ മുട്ട ഏട്ടൻ കൊണ്ടുവന്ന് തന്നു പോയതാണ്. അപ്പം അത് പൊരിക്കണമെങ്കിൽ കായം തേക്കാനായിട്ട് ചെറുതാക്കാന്ന് ഓർത്തിട്ടാണ്. ബസ് അതിൻ്റെ ഇടയ്ക്ക് അവിടെ നുള്ളൂണി തുടങ്ങിയേക്കണം. അപ്പം അതിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിൻ്റെ അടുത്തോട്ട് പോയിട്ടേ ഇല്ല. ഞാൻ ഓർത്തതുണ്ട വലിയ മീൻ മുട്ട ഉണ്ടാ കട്ട് ചെയ്താട്ടോ. അത് പൊരിച്ചാൽ കുറച്ച് ചോറധികം തിന്നും. പിന്നെ അടുപ്പത്ത് മീൻ കറി ഉണ്ട്, കാണിച്ചു തരാട്ടോ. മീൻകറി രാവിലെ വെച്ചാട്ടോ സൂത. അത് ഇതിപ്പോൾ വാവയ്ക്ക് പൊടി കൊടുക്കണതിൻ്റെ കുപ്പിയിലാണ് ഇപ്പം എല്ലാ സാധനങ്ങളും കയറിയിട്ടുള്ളത്. ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണിയിലോട്ട് ഇങ്ങനെ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് ക്യാമറയും കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഉപ്പിട്ടു, അല്ല സോറി ഉപ്പിട്ടില്ല, മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടു, ഉപ്പും കൂടി ഇടണം. ഉപ്പ് പൊടിയും കൂടി തൂങ്ങി എന്നിട്ട് ഇതൊന്ന് തേച്ചു. പൊരിക്കൂല, നൈറ്റിക്ക് പൊരിക്കും. നൈറ്റിക്ക് മീൻസ് ഇത് വാങ്ങിക്കൊണ്ട് നാളെ വീട്ടിൽ ഞാൻ പൊരിക്കാൻ നോക്കും. ഏട്ടൻ വന്നിട്ട് ഇത് പൊരിക്കും കേട്ടോ. അതെ, ഇതെല്ലാം കൂടി ഇപ്പോൾ സെറ്റാണ് കേട്ടോ. പാത്രം എത്രത്തോളം കഴിയാനും തീരില്ല. ഇതെവിടെ നിന്നാണ് ഈ പാത്രമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ
ഇപ്പോൾ ഉള്ള പണി എന്താണെന്ന് വെച്ചാൽ ബസ്സു ആദ്യം എന്താക്കണം നമുക്ക് പോയി നോക്കാം കേട്ടോ. അപ്പം അതെ കിച്ചണിലെ പാത്രങ്ങളൊക്കെ ഞാൻ സിംഗിൾ തീർത്തു. അതെ മോരുകറി ഉണ്ട് ഇത്തിരി, മൂടി ഉണ്ടാവും മോരുകറി. താഴത്തെന്താ താഴത്ത് ഏട്ടന് ഇന്ന് എനിക്ക് മെയിൻ കൊണ്ട് തന്നു പപ്പൻസ്. അതെടുത്ത് കറി വെച്ചാൽ നാളത്തേക്ക് ടേസ്റ്റ് ഉണ്ടാവും. കറി വെക്കാം അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ ഇതിൽ സൂത മീൻ കറിയുണ്ട് ഓൾറെഡി. ഇതിനകത്ത് കുടിവെള്ളം വെച്ചത്, വെള്ളം തീർന്ന് കിടക്കായിരുന്നു. ഞാനിന്ന് സത്യം പറഞ്ഞാൽ ബസ്സുവിന് വാക്സിനേഷൻ എടുക്കാൻ പോയതുകൊണ്ട് നോക്കിയിട്ടില്ല. ചോറുണ്ട്, കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതെ ഇതിൻ്റെ ഇടയിൽ ബസ്സുവിൻ്റെ ഡ്രസ്സ് ഞാൻ വേറെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് കൊണ്ടുപോയി ആറിടണം. അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഏട്ടനെ ഞാൻ എന്താ പരിപാടി നമുക്ക് നോക്കാം കേട്ടോ. അതെ ഏട്ടനും അനിയനും ഇവിടെ കളിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ കളിക്കുന്നു. എനിക്ക് പണിയെന്ന് പറഞ്ഞിട്ടുള്ളത് തുണി ആറിടണം. തുണി ആറിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ മിനിറ്റ്. യെസ് ദേ സ്റ്റാൻഡ് ഞാൻ ഇവിടെ വെച്ചേക്കണം. അപ്പോൾ സ്റ്റാൻഡിൽ ആറിടാന്ന് ഓർത്തിട്ടോ. പുറത്ത് നല്ല ഇരുടായി. അപ്പം ഞാൻ തുണി ആറിട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. വെയിറ്റ്. യെസ് അങ്ങനെ ദേവാസുവിൻ്റെ ആദ്യയുടെയൊക്കെ തുണി ഞാനിവിടെ ആറിട്ടിട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് എനിക്ക് ഈ സ്റ്റാൻഡ് എടുത്ത് പുറത്തോട്ട് വെച്ചാൽ മതി. അതിന് വേണ്ടി ഞാനെല്ലാം ആറി ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ രാവിലെ എന്തെങ്കിലും തുണി എൻഗേജ് ഉണ്ടെങ്കിൽ അതുകൊണ്ടാവും കേട്ടോ. അപ്പം പണി അങ്ങോട്ട് കഴിഞ്ഞു. ഇനി തുടയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുന്നുണ്ട്. ബസ്സുവിനൊന്ന് ഉറക്കിയിട്ട് വേണമെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു വിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് ബസ്സിന് ഉറക്കട്ടെ ഒരു മിനിറ്റ്. അങ്ങനെ ബെഡ്റൂമൊക്കെ ഞാൻ കൊട്ടി വിരിച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ. ഇത് ബസ്സുവിന് തൊട്ടിൽ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തുടയ്ക്കാനുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ തുടയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. തുടയ്ക്കാമെന്ന് ഓർത്തുന്നപ്പോഴാണ് ഈ റൂമിൽ കുറച്ച് തുണി മടക്കാനുണ്ട്. ആദ്യയുടെ ബുക്സ് ആദ്യം ഡിസോർഡർ ആക്കിയിട്ടേ ഇട്ടേക്കണം. അത് എടുത്ത് ഒതുക്കി വെപ്പിക്കണം കേട്ടോ. ചില നേരമൊക്കെ ചെയ്യും, ചില നേരം ചെയ്യുന്നതൊക്കെ വിപരീതമാണ്. അപ്പം അത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആദ്യം അത് ഒതുക്കി വെച്ചിട്ട് ഇനി ആദ്യം എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഒതുക്കാൻ പറഞ്ഞ അവിടെ ഇരുത്തിയ കേട്ടോ. ഞാൻ അപ്പോഴേക്കും തുണികളൊക്കെ മടക്കാനുണ്ട്. തുണി മടക്കിയിട്ടില്ല, കളിക്കൊണ്ട് ഇവിടെ ഇട്ടതാണ്. ഈ റൂം ആരും ഉപയോഗിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അതിങ്ങനെ കിടക്കുന്ന ബസ് കരയുന്നിട്ട് ജസ്റ്റ് നോക്കട്ടെ. അങ്ങനെ ഞാൻ ബസ്സുവിനെ കിടത്തി ഉറക്കി ഗൈസ്. ഇനി അതിന് ശേഷം തുണികളൊക്കെ മടക്കാറുണ്ട്. അപ്പം തുണി കൈയോടൊക്കെ മടക്കി വെക്കണോണ്ട് പണികൾ ഉണ്ടാവില്ല ഇവിടെ. ചില പുരകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എത്രയോ ദിവസത്തെ തുണി തീരുമാനമുണ്ടാവും, എത്രയോ ദിവസത്തെ തുണി മടക്കാനുണ്ടാവും. ആ പണിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ അന്നെന്നുള്ളത് അന്നന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ പോകും. ഇതിന്ന് അലക്കിയിട്ട് കൊണ്ടുവന്നിട്ടിട്ട് അത് ആ ഉച്ചത്തെ ഗ്യാപ്പിന് ഞാൻ മടക്കണതാണ്. പക്ഷെ ഇന്ന് വാക്സിനേഷൻ എടുത്ത് വന്നിട്ട് അവൻ ഒന്നിനോട്ടും എന്നെ സമ്മതിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് തുണി ഇങ്ങനെ തന്നെ ഇവിടെ കിടക്കുന്നത്. അല്ലെങ്കിലൊക്കെ അന്ന് രാവിലെ പണിയെല്ലാം കഴിഞ്ഞ് തിരുമ്പി രാവിലെ തന്നെ ഇടും കേട്ടോ. ഞാനൊരു 9:30 ഇവൻ പോണ ടൈം കഴിയുമ്പോൾ എൻ്റെ തിരുമ്പി ആറിടൽ കഴിയും. അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ആദ്യമൊക്കെ ഒരു ഇത്തിരി ചോറ് കൊടുക്കണം, അതിനൊക്കെ എടുത്ത് ഉറക്കണം. ഇല്ലെങ്കിൽ ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും.
കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഔട്ടിങ്ങിന് വീഡിയോ ഇട്ടില്ലേ, ഔട്ടിങ്ങിന് പോയപ്പോൾ വാങ്ങിയതാട്ടോ. എങ്ങനെയാണ് ആദ്യം ബസ്സൂന്ന് വാങ്ങിയതാണ്, വടക്കാക്കിയിട്ടുണ്ടാവും. തോർത്തെടുത്ത് കഴിഞ്ഞാൽ വിരിച്ചിടണം എന്നൊക്കെ പറഞ്ഞു തന്നേക്കണം കേട്ടോ. എല്ലാം ചെയ്തിരുന്നൊരു മകനായിരുന്നു. ഇപ്പൊ കുറച്ച് പിന്നോക്കമാണ്. അതൊന്ന് സ്റ്റാർട്ടിങ് ട്രബിളാണ്. 2 കൊടുക്കുമ്പോൾ റെഡിയാവും. അപ്പം ദേ ഈ റൂമും സെറ്റാക്കിയിട്ടിട്ടുണ്ട്. സെറ്റാക്കാനൊക്കെ ഒതുക്കി തന്നെയാണ് ഇറക്കണത്. അലക്കിയത് മാത്രം ആറിടാനുണ്ടായിരുന്നു. ഇനിയിപ്പം തുടയ്ക്കാൻ നോക്കട്ടെ കേട്ടോ. തുടച്ചിട്ട് ബാക്കി വിശേഷം പറയാം. കുഞ്ഞുറങ്ങയാണ്. യെസ്, അപ്പം തുടച്ചിട്ടാൽ ഞാൻ മിക്കതും വൈകിട്ടായിട്ട് തുടയ്ക്കുക. കുഞ്ഞുള്ളപ്പോൾ എങ്ങനെയാണ് എല്ലാം മാനേജ് ചെയ്യണമെന്ന് ചോദിക്കില്ല. ഇങ്ങനെയൊക്കെ തന്നെ എല്ലാം അങ്ങോട്ട് ചെയ്യുക. അല്ലാതെ ഇപ്പം ആരെയും കണ്ടിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ജീവിക്കണമല്ലോ, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഭർത്താവിന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു റൊട്ടീൻ പോണ രീതി. അതിനകത്ത് നൈറ്റിപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. 7:30 പണിയിലോട്ട് കിടന്നത്. പണിയിലോട്ട് കിടന്നു വെച്ചാൽ ഇത് നാളെ അത്രയും പണി കുറവാണ് പകല്. മനസ്സിലായോ? പകൽ ഇത്രയും പണി കുറയും. നമ്മളിപ്പോൾ ഈ പണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. അപ്പം ഞാൻ തുടച്ച് വന്നിട്ട് ബാക്കി ഞാൻ പറയാം കേട്ടോ. ഓക്കെ, യെസ്. അങ്ങനെ തുടച്ചെല്ലാം നീറ്റാക്കിയിട്ടുണ്ടോ. ഇത് കുളിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. ഇതേ നമ്മുടെ ബെഡ്റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കി. ബസ് നോക്ക്, ദേ ഹോളൊക്കെ ദേ. എനിക്ക് വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് തേച്ച് കഴുകി ക്ലീനാക്കി. പിന്നെന്താ, കിച്ചൺ ഇതിൻ്റെ കിച്ചണൊക്കെ ക്ലീനായി. ഒക്കെ ക്ലീനാക്കി വെച്ചു. ഇത് പിന്നെ ബസ്സുവിൻ്റെ പ്രൊഡക്റ്റാട്ടോ അതൊക്കെ. ഇതെല്ലാം ബസ്സുവിൻ്റെയാണ്. പിന്നെ ഉണ്ടായിരുന്നത് ബാത്റൂം തേച്ച് കഴുകാണ്ടായിരുന്നു. ബാത്റൂമൊക്കെ തേച്ച് കഴുകിയിട്ട് ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അവിടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. അങ്ങനെ ആയിട്ട് ഒരുവിധം പണികളൊക്കെ തീർത്ത് വെക്കുന്നതുകൊണ്ടാണ്. ഒരു കുഞ്ഞു കുട്ടിയുള്ളപ്പോൾ എല്ലാ പണികളും എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരവാണ്. ഇങ്ങനെ ചെയ്തായിട്ട് ഇടാറില്ല ദിവസവും. പിന്നെ രാവിലെ ഫുഡ് ഉണ്ടാക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ വരുള്ളൂ. ബസ് കരയുന്നു. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.